കാരണം ഈ മഹാഗഡ്ബന്ധനിൽ തന്നെ RJDയും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് നിലനിന്നിരുന്നു. അതുപോലും പരിഹരിക്കുവാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായിട്ടുള്ള സഖ്യത്തെ പറ്റി ആലോചിക്കുക പോലും വേണ്ടായിരുന്നു. അവിടെ കിരൺ പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണല്ലോ ഗോകുമാർ സാർ. കാരണം ഇത് ഭരണവിരുദ്ധം വികാരം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തു പോയി അല്ലേ? അതാണ് ഈ വോട്ട് കട്ടിംഗ് എന്ന് പറയുന്നത്. ഈ സീമാഞ്ചൽ മേഖലയിലൊക്കെ അവിടെ കഴിഞ്ഞ തവണയും ആരോപണം ഉണ്ടായിരുന്നു, BJPക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഒവൈസി എന്നുള്ള കാര്യം. 5 സീറ്റുകളായിരുന്നു അന്ന് നേടിയത്. അത് വലിയ നിർണായക ഘടകമായി മാറുകയും ചെയ്തിരുന്നു. ഇത്തവണയും അതേഴ്സിൻ്റെ കോളം നോക്കൂ, അവിടെ സീറ്റുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ നേട്ടം AIMന് ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഉണ്ടാകാം അല്ലേ? ആ രീതിയിലാണ് കാര്യങ്ങൾ. അല്ല, AIM സീറ്റ് പിടിക്കുമോ എന്നുള്ളത് സെക്കൻഡറിയാണ്. വോട്ട് പിടിക്കും. ആ വോട്ട് ഷെയർ ഭരണവിരുദ്ധ വികാരത്തിനെ ദുർബലപ്പെടുത്തി ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ബലത്തിലൊരു ബൈ പാർട്ടി കോalition ഇലക്ഷൻ പോലെയായി. ഒരു വശത്ത് ജനസ്വരാജും മറുവശത്ത് AIMഉം ഒട്ടും പ്രസക്തി ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ്. രണ്ടു കൂട്ടരും തെറ്റിക്കുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമാണ്. ഉദാഹരണമായിട്ട് AIMന് വോട്ടിൻ്റെ ഒരു ഷെയർ പോകുന്നത് മുസ്ലിം വോട്ട് തന്നെയാണ്. മറുവശത്ത് ജൻസുരജ് കൊണ്ടുപോകുന്ന വോട്ട് ചെറുപ്പക്കാരുടെ വോട്ടാണ്. ജൻസുരജിൻ്റെ ആശയങ്ങളൊക്കെ നല്ല ആശയങ്ങളാണ്. ഭാവിയിൽ ബീഹാർ എങ്ങനെ നന്നാക്കണം, പഴയകാലത്ത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ എങ്ങനെ പ്രവർത്തിച്ച് ഉയർന്നു എന്നതുപോലെ വലിയ ആശയങ്ങളും സംസ്ഥാനത്തിന് എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കോമ്പറ്റീറ്റീവ് ആക്കണം, നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അതിന് വേണ്ടിയുള്ളൊരു ഘടനയോ അതിനുള്ളൊരു റാങ്ക് അണികളോ ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷകനാണ്, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് പോരാ. നിങ്ങൾക്ക് മെഷീനറി വേണം, സാമ്പത്തിക ശക്തി വേണം, പ്രവർത്തിക്കാൻ ആൾക്കാർ വേണം, കേഡർ വേണം, സപ്പോർട്ടിങ് ലീഡേഴ്സ് വേണം. അങ്ങനെയൊന്നുമില്ലാതെ ഒറ്റയ്ക്കൊരാൾ ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ അതിനുള്ളൊരു കരിഷ്മയൊന്നും ജനസൂരജിനില്ല. അതുകൊണ്ട് ജനസൂരജ് വട്ടപൂജ്യമാകുമെന്നുള്ള പ്രതീക്ഷ പല സർക്കിൾസിൽ നിന്നും വന്നു. അതിപ്പോൾ ഏതാണ്ട് തെളിഞ്ഞു. പക്ഷേ AIMന് അങ്ങനെയല്ല. ചില മേഖലയുള്ളവർക്ക് പോക്കറ്റ് സീറ്റുകളുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് 3-4 സീറ്റുകൾ കിട്ടാനുള്ള പരിശ്രമം വിജയിച്ചേക്കാം. പക്ഷേ ബലത്തിൽ സംഭവിക്കുന്നത് എന്താണ്? മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആകുന്നു, നോൺ യാദവ് വോട്ട് കൺസോളിഡേറ്റ് ആകും. നോൺ യാദവ് എന്ന് പറയുമ്പോൾ അപ്പർ കാസ്റ്റും മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റും അതിനോടൊപ്പം ദളിത് വോട്ടുകളും ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. മഹാദളിത് എന്നുള്ളൊരു മൂവ്മെൻറ്റ് നിതീഷ് കുമാർ കൊണ്ടുവന്നത് അത് വലിയ മുന്നേറ്റത്തിന് കാരണമാക്കി. ആ വഴിക്കുള്ള അപ്പോൾ ചുരുക്കത്തിൽ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു കോalitionനാണ്. വോട്ട് എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതിൽ കുറച്ച് സ്മാർട്ട്നെസ് കാണിക്കാൻ നിതീഷ് കുമാറിൻ്റെ കോമ്പിനേഷന് പറ്റി. അത് മറുവശത്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ തന്നെ, പ്രചരണത്തിൻ്റെ മധ്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി രാജ്യം വിട്ടു പോയി, 1 മാസം കഴിഞ്ഞ് വന്നു എന്നുള്ളൊരു ആക്ഷേപമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂടാത്തതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷേ RJD അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ RJDക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംസ്ഥാനമാക്കി അതിനെ മാറ്റാനും ഒരു സംശയമില്ല. RJDക്ക് ഇനിയിപ്പോൾ വലിയ നഷ്ടമുണ്ടായാൽ പോലും ഒരു 4-5 സീറ്റുകളുടെ നഷ്ടമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ നേടിയിരുന്നല്ലോ. ചിലപ്പോൾ ഒരു 70 സീറ്റുകളിലേക്ക് പോയേക്കാം. അത് കോൺഗ്രസിന് നില പരിതാപകരം. പക്ഷേ ചിലപ്പോൾ അതുപോലുമല്ല, അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ RJDക്ക് കിട്ടിയേക്കാം. RJD സീറ്റ് കൂട്ടും. RJD സീറ്റ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇടത് പാർട്ടികൾക്കും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു നഷ്ടമുണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ കുറച്ച് സീറ്റുകൾ കിട്ടിയിരുന്നല്ലോ അവിടെ അല്ലേ? അതെ. പ്രശ്നം എന്ന് പറയുന്നത് അവർ വിചാരിച്ചാൽ വിജയിപ്പിക്കാവുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു ശക്തിയില്ല. ചില പോക്കറ്റുകളിലുണ്ട്. അത് RJDയുടെ ശക്തി കൊണ്ട് അവർ അതുകൊണ്ട് ജയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 5 എക്സിറ്റ് പോളുകളാണ് വന്നിട്ടുള്ളത്. പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾസ് പൾസിൽ 133 മുതൽ 159 സീറ്റുകൾ വരെയാണ് നേടാൻ പോകുന്നത് NDA. MGB 75 മുതൽ 101 മാത്രം. അതായത് RJD കോൺഗ്രസ് സഖ്യം. JVCയുടെ സർവേ അനുസരിച്ചും NDA തന്നെയാണ് മുന്നിൽ. കൂടുതൽ സീറ്റുകൾ 135 മുതൽ 150 വരെ. മറുവശത്ത് 88 മുതൽ 103 വരെ മാത്രം. മാട്രിക്സിന്റെ സർവേ അനുസരിച്ച് 147 മുതൽ 167 സീറ്റ് വരെ നേടാൻ പോകുന്നത് BJP JDU സഖ്യമാണ്. 70-90ലേക്ക് RJD കോൺഗ്രസ് സഖ്യം തകരുമെന്നാണ്. ചാണക്യ 130 മുതൽ 138 വരെ. മറുവശത്ത് 100 മുതൽ 108 വരെ മാത്രം RJD കോൺഗ്രസ് സഖ്യം. ദൈനിക് ഭാസ്കർ 145, 106, 145. അങ്ങനെ അതിലെന്തോ തെറ്റുണ്ട്. ദൈനിക് ഭാസ്കറിൽ ചില തിരുത്തുണ്ട്. അത് 145 മുതൽ നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ 160 സംതിങ് ആയിരുന്നു. അവിടെയും MGBക്ക് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. മാട്രിക്സിൻ്റെയാണ് 147 മുതൽ 167 വരെ.